കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മന്ത്രിമാരും മറ്റ് നേതാക്കളും ചേർന്ന് ഏറ്റുവാങ്ങി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അങ്ങനെ ഹൃദയഭേദകമായ നിമിഷങ്ങളിലേക്കാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗം കൂടി മാറുന്നത്. നമ്മുടെ മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ എന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഭാവിയിലേക്ക് കണ്ട ടൂറിസ്റ്റായിട്ട് അവിടെ എത്തിയ വ്യക്തിയെ നിഷ്കരുണം കൊലപ്പെടുത്തിയ ഭീകരവാദികൾ, അങ്ങനെ ചേതനയേറ്റ ആ ശരീരം കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാടും തീരാ വേദനയിലാണ്. അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികളും അവിടുത്തെ നാട്ടുകാരും രാമചന്ദ്രനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരും ചേർന്നാണ് ഇപ്പോൾ മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ബിനിൽ ചേരുന്നുണ്ട്. എറണാകുളം മെഡിസിറ്റിയിലെ ആശുപത്രിയിലേക്കാണ് ഇനി മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ മോർച്ചറിയിലാണ് ഇന്നും നാളെയും സൂക്ഷിക്കുക. മറ്റന്നാളായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ബിനിൽ വികാര വായ്പോടുകൂടി ഹൃദയവേദനയോടുകൂടിയാണ് ഓരോ മനുഷ്യരും അവിടെ വിമാനത്താവളത്തിൽ കിട്ടിയ ചുരുങ്ങിയ സമയത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരാണ് ഉണ്ടായിരുന്നത്? ഒപ്പം മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നുവോ? ഇപ്പോൾ മൃതദേഹം അവിടെ നിന്നും കൊണ്ടുപോയോ? പ്രതീക്ഷ വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. 8 മണിയോടുകൂടിയാണ് പൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ഡൽഹിയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ കാർഗോ കോംപ്ലക്സിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. അവിടെ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെ എത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി പ്രസാദ് ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ഒരുപാട് പേർ ഇങ്ങോട്ട് എത്തിച്ചേർന്നിരുന്നു. കാരണം രാജ്യത്തിൻ്റെ ഒരു നോവായി മാറിയ ഒരു സംഭവമാണ്. അതിൽ നമ്മുടെ നാട്ടുകാരനും ഉൾപ്പെട്ടിരിക്കുന്നു. എൻ രാമചന്ദ്രൻ കുടുംബത്തോടൊപ്പം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വിനോദസഞ്ചാരത്തിനൊരു കാശ്മീർ കാണാൻ പോയതാണ്. ഭാര്യയ്ക്കും മകൾക്കും 2 പേരക്കുട്ടികൾക്കൊപ്പം പോയതാണ്. അവിടെ മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രനെ ഈ ഭീകരവാദികൾ കൊലപ്പെടുത്തുന്നത്. അത്തരം ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം നടുക്കുന്ന ഓർമ്മകളായിരിക്കും അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടാൻ പോകുന്നത്. അത്തരത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വലിയ ഒരു ക്രൂരകൃത്യം ആ മകളുടെ മുന്നിൽ വെച്ച് നടത്തി ആ മനുഷ്യൻ, അതായത് എൻ രാമചന്ദ്രന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ നാട് ആ രീതിയിൽ തന്നെ വികാരവായ്പോടുകൂടി തന്നെയാണ് ആ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. ഇനി നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ എൻ രാമചന്ദ്രന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള റെനെ മെഡിസിറ്റിയുടെ മോർച്ചറിയിലേക്കാണ് ആ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ഇന്നും നാളെയും ആ മൃതദേഹം മോർച്ചറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റന്നാളാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. കാരണം ഇത് നാടിൻ്റെ ഒരു നൊമ്പരമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നോവാണ്. അതിനൊപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവരും രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷ.